ഹായ് ഫ്രണ്ട്സ്, കേച്ച് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞങ്ങൾ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കാറ്, അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാറ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിലിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വീട്ടിലത്തെ എണ്ണ യൂസ് ചെയ്യുക. സ്വത്തും സഫ എല്ലാവരും ഈ എണ്ണയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്വത്തും സഫയൊന്നും ഇല്ല. ഞങ്ങളെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങൾ എല്ലാതും ഞങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. ഞങ്ങളെ വീട്ടിലുള്ളതും പിന്നെ ഇപ്പുറത്തെ വീടുകളിലൊക്കെ ഉള്ള ഓരോ സംഭവങ്ങളാണ്. ഇതൊക്കെയാണ് ചെടികളും ഇലകളും ഒക്കെ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ കടയിൽ നിന്നൊന്നും മേടിച്ചിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് സംഭവങ്ങൾ കിട്ടുമല്ലോ. കടയിൽ നിന്ന് അത്ര ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമല്ല. അപ്പോൾ എല്ലാവരും കടയിൽ നിന്നല്ലാതെ നമ്മളെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ചെടികളും ഇതൊക്കെ എടുക്കാൻ നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ യൂസ് ആക്കുന്നത്, അപ്പോൾ ഇത് ചെമ്പരത്തി ഇല, പിന്നെ ഇത് തെച്ചിപ്പൂവാണ്, പിന്നെ ഇത് മുരിങ്ങ ഇല ഉണ്ട്, പിന്നെ ആര്യവേപ്പ്, ഇത് പിന്നെ നമ്മുടെ മൈലാഞ്ചി ഇല ഉണ്ട്, ഇത് നമ്മുടെ തുളസി ഉണ്ട്, നെല്ലിക്ക ഉണ്ട്. നമ്മുടെ ചെമ്പരത്തി കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ, കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ ചെറിയുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ നമ്മുടെ കറ്റാർവാഴ ഉണ്ട്, പിന്നെ എന്താണ് കുറുന്തോട്ടി, പിന്നെ മുടിനീലി, പിന്നെ ബ്രഹ്മി, പിന്നെ കന്നിക്കൂർക്കയുടെ ഇലയുണ്ട്, പിന്നെ നമ്മുടെ ഉലുവ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, ഉലുവ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എണ്ണ വെച്ചുമ്പോൾ എടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രഷ് ചെയ്യുന്നത് നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിതാ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ അത് ക്രഷ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കൊന്ന് കുറച്ച് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ പറയാൻ മറന്നു പോയതാണ് കേട്ടോ. യെസ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മറ്റേ കർപ്പൂരവും കുരുമുളകും വേണമായിരുന്നു. അത് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അത് ഇവിടെ കടയിൽ പോയിട്ട് ഞങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു കടയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി മേടിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എടുക്കുന്നത് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നമുക്ക് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിതൊക്കെ മിക്സ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് എണ്ണ ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചേർക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ലിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ചൊക്കെയാണ്, 1 ലിറ്ററൊക്കെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ഗ്യാസും ഉണ്ടാക്കുള്ളൂ. നമ്മൾ പുറത്തൊക്കെ വിറക് കൂട്ടിയതിന് ശേഷമാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളെ കൈവിടാതെ ഇളക്കി. ഇപ്പം നമ്മുടെ എണ്ണയെല്ലാം റെഡിയായി. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 1 ദിവസത്തോളം മിനിമം നമ്മളിത് ഈ പാനിൽ തന്നെ വെക്കണം. അല്ലാതെ നമ്മളിത് ബോട്ടിലേക്ക് ആക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് ഇതിൽ ഈ ഒരു പാനിൽ തന്നെ 1 ദിവസത്തോളം ഇരുന്നാലാണ് നമ്മുടെ ഈ എണ്ണ ഒന്ന് സെറ്റായി വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് 1 ദിവസത്തോളം മിനിമം ഈ പാനിൽ, നമ്മൾ ഉണ്ടാക്കിയ പാനിൽ തന്നെ സൂക്ഷിക്കുക.
പിന്നെ നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 5-6 കുരുമുളകും പിന്നെ നമുക്ക് ഇതൊക്കെ നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും നമ്മുടെ ഹെയറിനും ഈ ഓയിലിനൊക്കെ. അപ്പോൾ കുരുമുളകും പിന്നെ ഈ ഒരു കർപ്പൂരം കൂടെ ചേർക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഓയിൽ ഒരു ദിവസത്തോളം നമ്മൾ ഈ പാനിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഏതെങ്കിലും ബോട്ടിലാക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ആക്കുന്നത് ഈ ഒരു ബോട്ടിലാണ് ഞങ്ങളാക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിതാണ് ഇതിൻ്റെ മൊരി. ഇത് നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും, അത് നല്ല മണൽത്തരി പോലെയാണ് ഉള്ളത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അതാ നമ്മുടെ എണ്ണ നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം കേട്ടോ. സനി എണ്ണ തേച്ചിട്ടുണ്ട്.